welcome to Simply Nadu and this is me Anne Benjamin. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത് ഒരു മല്ലൂസ് ഡാബ ആണ്. യു ക്യാൻ സീ ദ ബോർഡ് റൈറ്റ് ബിഹൈൻഡ് മീ. സോ ഡാബ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. സോ ബേസിക്കലി ഇന്നത്തെ എപ്പിസോഡിൽ ഫുൾ നോർത്ത് ഇന്ത്യൻ ഫുഡായിരിക്കും ഞങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ മല്ലൂസ് ഡാബ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം നോർത്ത് ഇന്ത്യൻ ഫുഡ് എവിടെ കിട്ടുന്നതെന്ന് അറിയാം. പക്ഷേ മല്ലൂസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണോ എന്നുള്ള കാര്യം വി ആർ നോട്ട് ഷ്യൂർ. സോ നമുക്ക് അകത്ത് പോയാലും ഇതെല്ലാം കേൾക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിന് മുന്നായിട്ട് ഞാൻ എവിടെ നിൽക്കുന്നത് കറക്റ്റായിട്ട് ഒന്നും കൂടെ പറയാം. സോ റൈറ്റ് നൗ ഐ എം ഇൻ ആൽവ. ആൽവയിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക് പോകുന്ന റൂട്ടിന് ഓൺ ടു യുവർ റൈറ്റ് സൈഡ് ഇസ് ഇസ് മല്ലൂസ് ഡാബ. സോ കറക്റ്റായിട്ട് ലൊക്കേഷനിൽ നമുക്ക് അകത്ത് പോയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം എവിടെയാണുള്ളത് എന്നൊക്കെ. സോ അത് കൂടാതെ തന്നെ ഇവിടുത്തുള്ള നോർത്ത് ഇന്ത്യൻ മെസ് എന്നാണ് ഇതിൻ്റെ മീനിങ് തന്നെ. പക്ഷേ പേര് ഇസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്, ഒരു ട്രിക്കി പേരാണ്. സോ നമുക്ക് അകത്ത് പോയിട്ട് ചോദിക്കാം എന്തൊക്കെയാണ് ഉള്ളത്. So this is ഷാജാൻ സർ. ഷാജാനാണ് ഇവിടുത്തെ ഓണർ. സോ മല്ലൂസ് ഡാബ എന്ന് പറയുമ്പോൾ ഡാബ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. മല്ലൂസ് ഡാബ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പൊതുവെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് അല്ല നമ്മളെ കളിയാക്കി വിളിക്കുന്നത് മല്ലൂസ് എന്നാണ്. അപ്പൊ ആയിക്കോട്ടെ, അങ്ങോട്ട് തിരിച്ച് മല്ലൂസ് തന്നെ ആയിക്കോട്ടെ എന്നുള്ള ഒരു നമ്മുടെ രീതിയിലുള്ള ഡാബ എന്നുള്ളത് പറയുന്നത്. എത്ര നാളായി തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തൊക്കെയാണ്? ഡാബ എന്നുള്ള കൺസെപ്റ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു വർഷമാവുന്നു. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ഷോപ്പാണ് വരുന്നത്. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഫാമിലിയായിട്ട് എനിക്ക് ഈ ബിസിനസ്സിൽ ഏറെക്കുറെ ഒരു 10-30 വർഷമായിട്ട് ഞാനിങ്ങനെ ഈ ഹോട്ടൽ ഫീൽഡിൽ തന്നെ ഉണ്ട്. ഒരു 89 തൊട്ട് ഞാൻ ഒരു 15 വർഷം അടുക്കളയിലും പണി ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 15 വർഷം ഞാൻ ആ ബിസിനസ്സിലോട്ടുമായിട്ട് വന്നിട്ട് എനിക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതുമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഞാൻ നമ്മുടെ എറണാകുളത്തുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമുള്ള പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവിടുത്തെ വെരി എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അതൊരു അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൈസാണ് അവരിലുള്ളത്. അപ്പോൾ അവർക്ക് കൂടി ആയിട്ട് ഒരു റെസ്റ്റോറൻ്റ് ആവാം. ധാബയിൽ പോകുമ്പോൾ സാധാരണയായിട്ട് അവിടെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഫാമിലിക്ക് പറ്റിയൊരു അന്തരീക്ഷമല്ല നമുക്ക് കാണുന്നത്. ഫുഡും ആ ഒരു രീതിയിലല്ല കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം കൂടി എൻ്റെ ഉള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിനകത്തോട്ട് വരുന്നത്. വളരെയധികം സക്സസ് ആയിട്ട് അത് മുന്നോട്ട് പോകുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുന്നു. എറണാകുളത്ത് തന്നെ അത് 3 എടപ്പള്ളിയിലുണ്ട്, എയർപോർട്ടിൻ്റെ അടുത്തുണ്ട്. ഇതിപ്പോൾ മൂന്നാമത്തത് നമ്മുടെ ആലുവ മംഗലപ്പുഴയുടെ അടുത്തായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി. വളരെ നന്നായിട്ട് പോകുന്നു. വൈകുന്നേരമൊക്കെ ആയിരിക്കും നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത്. പാർട്ട്നേഴ്സായിട്ട് ഞാൻ ഓരോ ഷോപ്പിലും ഞാൻ ഓരോ പാർട്ട്നേഴ്സിനെ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ബാക്കിൽ നിന്നുള്ള സപ്പോർട്ട് മാത്രമാണ് കൊടുക്കുന്നത്. അവരാണ് ഇതെല്ലാം ഓരോരോ ഷോപ്പിൽ അവരുടെ സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നന്നായിട്ട് പോകുന്നത്. അത് ഡെയിലി എനിക്ക് അതിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു ഷെഫ് ഉണ്ട്. അത് വന്ന് അവർ എല്ലാ ദിവസവും അത് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുമാത്രമല്ല ഞാനും എനിക്കും അടുക്കളയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് കയറി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാം. പിന്നെ അതുപോലുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ഷെഫ്മാർ തന്നെയാണ് എൻ്റെ കൂടെ കുറച്ച് ആൾ വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ തന്നെയാണ് ഞാൻ അധികം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരൊരു നല്ലൊരു രീതിയിൽ കിട്ടാനുള്ള. പിന്നെ ഒന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ഫുഡ് പോലും പ്രീ കുക്കല്ല. എല്ലാം ആ ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 10-20 മിനിറ്റത്തെ ടൈമിംഗ് ഉണ്ട് എല്ലാ ഫുഡിനും. പക്ഷെ അവർക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഞങ്ങൾ ചൈനീസും കൂടി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചൈനീസ് ഇല്ലാതെ ഒരു അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നോർത്ത് ഇന്ത്യനും മാത്രമായിട്ട് ചെയ്യുന്നു. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് ബാക്കിയുള്ളവിടെ നിന്ന് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ കമ്പാരിസൺ ചെയ്യുക. പക്ക നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. അവർ കുക്ക് ചെയ്യുന്നവർ 100% നോർത്ത് ഇന്ത്യൻസ് ആണ്. അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വെച്ചിട്ട് ചെയ്യുന്നു. ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാ ദിവസവും 12 മണി തൊട്ട് രാത്രി 1 മണി വരെയാണ് എല്ലാ ധാബകളുടെയും ഓപ്പണിംഗ്. 1 മണി വരെ വെച്ചിട്ടുണ്ട്. ആ സമയമാണ് ഞങ്ങളുടെ 1 മണി. ഉച്ചയ്ക്ക് ഞങ്ങൾ താലി കൊടുക്കുന്നുണ്ട്. വെജിറ്റേറിയനും ഉണ്ട്, നോൺ വെജും ആയിട്ട് താലി മീൽസ്. അതൊരു കോമ്പോണ്. അതിനകത്ത് നോർത്ത് ഇന്ത്യൻ താലി മാത്രമായിട്ട് അതിനകത്താണ്. അത് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു. നിങ്ങൾക്ക് ഓരോന്നുമായിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് തന്നെ ഒരു 4-5 തരം കറി ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, കേട്, റൊട്ടി, റൈസ് എല്ലാം കൂടി ആയിട്ട്
ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇനിയും ലൊക്കേഷൻ നമ്മളുടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം ഇതിപ്പം നിലനിൽക്കുന്നത് NH-ൽ അങ്കമാലി നിന്ന് ആലുവ പോകുന്ന സൈഡിലായിട്ട് മംഗലപ്പുഴ പാലത്തിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. സോ ദാറ്റ്സ് അബൌട്ട് മല്ലൂസ് ധാബ. നമ്മൾ ഇഷ്ടംപോലെ വിശേഷങ്ങളെല്ലാം കേട്ടു. ഇനിയുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് പോയിട്ട് പിന്നെ കുക്കിംഗ് കാണുക എന്നുള്ളതാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഡിഷസ് ഒക്കെ ഞങ്ങളെ കാണിച്ചു തരാം. തീർച്ചയായിട്ടും ഒരു 3 ഡിഷോളം നമ്മൾക്ക് ഉണ്ടാക്കാം. ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വന്ന് നമ്മളുടെ ലഞ്ചിന്റെ താലിക്കുള്ള ഫുഡുകളെല്ലാം തന്നെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇത് ഡെയിലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫുഡുകളെല്ലാം. ഫുഡിന്റെ സ്മെല്ല് വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട്. ഓക്കെ, സോ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഒരു ചിക്കൻ്റെ ഡിഷുണ്ട്, ഒരു മട്ടനും ഉണ്ട്, ഒരു വെജും ഉണ്ട്. സോ പുള്ളിക്കാരനാണ് ചെയ്യാൻ വേണ്ടി आपका बताइए. राजू ആണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡിഷെല്ലാം. സോ ഫസ്റ്റ് पहले क्या करने वाले हो अभी? मैं मटर पनीर बना रहा हूँ. मटर पनीर. സോ വെജ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ട് കരാം. നമ്മൾ എങ്ങനെയാണ് ചെയ്തത് ഒന്നുകൂടെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഫാസ്റ്റായിട്ട്. നമ്മൾ ആദ്യമേ ഓയിൽ ഒഴിച്ചു, അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, അതിനുശേഷം ചില്ലി ഇട്ടു, ഓണിയൻ ഇട്ടു, അതിനുശേഷം ഗ്രേവി ഓവർ ഹിയർ. ഒരു ഗ്രേവിയാണ്, അതിൻ്റെ പേര് എന്താണ് ഗ്രേവിയുടെ? ഓണിയൻ ഗ്രേവിയാണ് ഇട്ട്. അതിൻ്റെ എങ്ങനെയാണ് റെസിപ്പി എന്ന് പറഞ്ഞുതരാം. അതിനുശേഷം കുറച്ച് പാലിന് ശേഷം കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റ്. യു കെൻ സീ ദ കാഷ്യൂനട്ട് പേസ്റ്റ് ഇങ്ങനെ ഓൾറെഡി ചെയ്ത് വെച്ചേക്കാണ്. ഇത് ഇത്രയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം ആഡ് ദ പനീർ ആൻഡ് ദി മട്ടർ. ഇത്രയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ എല്ലാവരും വിചാരിക്കുക വെച്ചാൽ ഗ്രീൻ ഗ്രേവി എന്താണെന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു ചെറിയ റെസിപ്പി പറഞ്ഞത് തീർച്ചയായിട്ടും. റെസിപ്പി അത് നമ്മൾക്ക് കോമൺ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണിയനാണ്. ഓണിയനിലകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓണിയനിൽ ബേസിക് ആയിട്ടുള്ള കൊറിയാണ്ടർ, പിന്നെ ചില്ലി, ഹൽദി, ഇത് 3ൻ്റെ ഉള്ള കോമ്പിനേഷൻസ് ആണ് ആ ഓണിയനിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം വരട്ടിയതിന് ശേഷം കോമൺ ആയിട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ സാറിന് ഓണിയൻ വരട്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഓണിയൻ വരട്ടി അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ സോൾട്ട് ആവശ്യത്തിന് മാത്രം ചെയ്ത് വെച്ച ബേസിക്. പക്ഷെ അതിൻ്റെ ഫിനിഷിങ്സ് ആ ഗ്രേവിക്ക് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബേസിക്കായിട്ട് രണ്ടാമത് അലാക്കാട്ട് അടിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഈ മസാലയുടെ കോമ്പിനേഷൻ കറക്റ്റായിട്ട് കയറി വരുന്നത്. അതേപോലെ തന്നെ ഇത് വേറെ ഒരു ഗ്രേവി കൂടി ഉണ്ട്, ടൊമാറ്റോ ഗ്രേവി പോലെ. ഇത് ബേസിക്കായിട്ട് ഒരല്പം ഓണിയൻ ഒഴിച്ചിട്ട് ഓണിയൻ ഇടുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. അതിനുശേഷം ഇതിൽ മെയിനായിട്ട് വരുന്നത് കണ്ടന്റ് ടൊമാറ്റോയാണ്. ടൊമാറ്റോ ഇട്ട് അത് പേസ്റ്റ് ആക്കിയതിന് ശേഷം അരച്ച് വെക്കുന്നു. സോ നമ്മുടെ ഒരെണ്ണം എന്ന് പറയുന്നത് ഓണിയൻ പേസ്റ്റ് ആണ്, വിച്ച് ഇസ് ഗ്രീൻ ഇൻ കളർ. സോ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഓൾറെഡി പറഞ്ഞു. അടുത്തത് പറയുന്നത് ഒരു റെഡ് കളർ പേസ്റ്റ് ആണ്. നമ്മുടെ നോർമലി ബട്ടർ ചിക്കനകത്തൊക്കെ ഇത് വരുന്നത് മെയിനായിട്ട് വരുന്നത് ഇതേപോലെ ഗാർലിക് ഇട്ട് ഓണിയൻ പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് ടൊമാറ്റോ ഗ്രേവിയിലാണ് ചെയ്യുന്നത്. ഒന്നും തന്നെ ഇല്ല, ഇതിനും പ്രത്യേകിച്ച് വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളത് ബേസിക് ആയിട്ടുള്ള മസാലകൾ ചേർത്ത് ഗ്രേവി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വേറെ ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് വൈറ്റ് ഗ്രേവി. ഇത് വന്ന് ഒന്നുമില്ല, ഇതുപോലെ കാഷ്യൂനട്ട് വെറുതെ പേസ്റ്റ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 3 ഗ്രേവികളുടെയും കോമൺ ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് ഇവിടെയുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് എല്ലാം തന്നെ വരുന്നത്. ഇതിൻ്റെ റേഷ്യോസ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരും ഓരോ ഡിഷുകൾക്കും. പിന്നെ സ്പെഷ്യലായിട്ട് ആ സമയത്ത് ഇടുന്ന മസാല. അപ്പോൾ എപ്പോഴും ഇവിടെ ഒരു ഷെഫിൻ്റെ ടാലൻറ്റ് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുത്ത് ചെയ്യാൻ പറ്റാവുന്ന പണിയല്ല. ഈ മസാലകളുടെ കോമ്പിനേഷൻ എപ്പോഴും ഇതിനകത്ത് നിർബന്ധമായിട്ടും എടുക്കും. അപ്പോൾ ആ ചെയ്യുന്നതനുസരിച്ചിരിക്കും ഒരു ഡിഷിനെ നമുക്ക് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്, ഓൾറെഡി സെർവ് ചെയ്ത് വെച്ചേക്കണം. സോ ദിസ് ഇസ് ഇങ്ങനെയാണ് ഇവിടെ ഇതേ രീതിയിൽ തന്നെ ഡാബ സ്റ്റൈലിൽ തന്നെ ഇതേപോലെ തന്നെ സെർവ് ചെയ്യുന്നത്. ഇതൊരു പ്ലേറ്റ് ഒരു പോർഷൻ ആയിട്ട് വരുന്നത്. മട്ടൻ്റെ ഡിഷാണ്. ആദ്യമേ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, അതിനുശേഷം ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഓണിയൻ സോട്ടേഡ് ഓണിയനാണ്. ഞങ്ങൾ അലാക്കാടിന് വേണ്ടിയായിട്ട് കുറച്ച് ഓണിയൻ സോട്ടേ ചെയ്തപ്പോഴും വെക്കും. കാരണം ഓരോ ഡിഷിനും ഇൻഡിവിജ്വലായിട്ട് അടിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നത് ഓണിയനാണത്. നമ്മൾ ആ ബോയിൽ ചെയ്തില്ലേ മട്ടൺ, ആ ഗ്രേവി വെള്ളം എടുത്ത് വെച്ചിരിക്കും. എന്നിട്ട് അത്
ഡിഷിൻ്റെ കൂടെ തിരിച്ചു കൊടുക്കുന്നു. മട്ടൺ ഇടുന്നു, അതും ബോയിൽ ചെയ്ത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിയാണ്, ആ ബോയിൽ ചെയ്തപ്പോൾ ഉള്ള വെള്ളമാണ് ആ കാണുന്നത്. ഇവിടെ തന്നെ കാണാം. Salt, garam masala, coriander powder, chili powder, dhania, jeera powder, jeera. So നമ്മുടെ മട്ടൻ്റെ ഡിഷ് ഇസ് ഓൾസോ റെഡി. ഈസ് ഓൾറെഡി റെഡി. സോ ബേസിക്കലി ഇതെല്ലാം ഒരു ഗ്രേവി വെച്ചിട്ട് ഗ്രേവി ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നോർത്ത് ഇന്ത്യൻ ഫുഡ്. സോ ഇനിയിപ്പോൾ നമ്മുടെ ഒരു ലാസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ചിക്കൻ്റെ ആണ്. സോ ചിക്കൻ കടായി ചിക്കൻ. സോ കടായി ചിക്കൻ എന്നുള്ള പേര് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള പേരാണ്. സോ വിൽ സീ ഹൗ ഇറ്റ് ഇസ് മെയ്ഡ് നൗ. ഇതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓക്കെ. ഓണിയൻ, അതൊന്ന് കാണിച്ചു കൊടുക്കും. വെജിറ്റബിൾ പല ദിഖാതെ പോയി. സോ ഇതിനകത്ത് ടൊമാറ്റോ ഉണ്ട്, ക്യാപ്സിക്കം, ഓണിയൻ ആൻഡ് നമ്മുടെ പച്ചമുളക് ഇത്രയുണ്ട്. ഫുൾ കുക്ക്ഡ് ആയിട്ടുള്ള ചിക്കൻസ് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചു. ചിക്കൻ്റെ സ്റ്റോക്ക് എല്ലാ വെജിറ്റബിളും എന്തൊക്കെ വരുന്നോ എല്ലാം അതിനകത്തോട്ട് ഇട്ടേക്കും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ഓണിയൻ്റെ പേസ്റ്റ് ഇട്ടു, അതിനുശേഷം ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓൾറെഡി തന്തൂർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുന്നത്. ഫൈനലി പൗഡർ, സോൾട്ട്, കൊറിയാൻഡർ, ഗരം മസാല, ചില്ലി പൗഡർ ആൻഡ് ജീരകം. കടായി മസാല, അത് സ്പെഷ്യൽ മസാലയാണ്. സോ ഇത് നമ്മൾ ഇഷ്ടംപോലെ ഗ്രേവീസ് ഉണ്ട് പഞ്ചാബി ഏരിയ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കോമ്പിനേഷനിൽ എന്തൊക്കെയായിരിക്കും? കോമ്പിനേഷനിലായിട്ട് അധികം പോകുന്നത് റൊട്ടി, നാൻ, പിന്നെ അതുകൂടാതെ റൈസ് പോകുന്നുണ്ട്. പിന്നെ ഫുൾക്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റൈസ് എന്ന് പറയുമ്പോൾ വൈറ്റ് റൈസ് ആയിരിക്കുള്ളൂ. പിന്നെ കുൾച്ചാസ് പോകും, ഒണിയൻ കുൾച്ചാസ്, ഏറ്റവും കൂടുതൽ പോകുന്നത് റൊട്ടിയാണ്. ചപ്പാത്തി ഉണ്ട്, തവ ചപ്പാത്തി ഉണ്ട്. ഇവിടെ മിക്കവാറും ഡിഷുകളെല്ലാം ഉപയോഗിക്കുന്നത് തന്തൂറിൽ കുക്ക് ചെയ്ത ചിക്കനാണ്. ഓക്കെ, സോ നമ്മുടെ കടായി ചിക്കൻ ഇസ് ഓൾസോ റെഡി. സോ ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾ ഒക്കെ എക്സ്ട്രാ വെജിറ്റബിൾസ് എല്ലാം കയറുന്നു. ഓക്കെ, സോ നമ്മുടെ കടായി ചിക്കൻ ഇസ് ഓൾസോ റെഡി. കുറച്ച് വെജിറ്റബിൾസ് എല്ലാം എക്സ്ട്രാ ആഡ് ചെയ്യും. സോ ഇത് മൂന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലും എന്താ പറയുന്നത് ഓണിയൻ പേസ്റ്റ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. എക്സ്ട്രാ ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് എന്താ നമ്മൾ കാണിച്ചത്? ഇനി നമുക്ക് ഒരു ഡിഷ് കൂടി ഉണ്ടാക്കാം. അത് വന്നിട്ട് ചിക്കൻ വിന്താലു ഉണ്ടാക്കാം. വിന്താലു. ഓക്കെ, ഷുവർ. സോ നമ്മുടെ അടുത്ത ഡിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വിന്താലു. ചിക്കൻ വിന്താലു ആണ്. ബീഫ് വിന്താലു ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം ചിക്കൻ വിന്താലു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജിഞ്ചർ ഗാർലിക്, അത് രണ്ടും മാത്രമേ ഉള്ളൂ പേസ്റ്റ്. പല നമ്മൾ ആദ്യം ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് ആയിരുന്നു. ഇത് രണ്ടും കൂടി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുക. അതാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞങ്ങൾ ടൊമാറ്റോ വരുന്ന ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേസ്റ്റ് ആകുമ്പോൾ കുറേ കൂടി അതിൻ്റെ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറേ കൂടി മറ്റൊരു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അതിനുശേഷം ടൊമാറ്റോ ഇട്ടിട്ട് ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ഓയിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്ത് ഒരു അല്പം ടൊമാറ്റോ പേസ്റ്റ്, വെറുതെ പച്ചയായ ടൊമാറ്റോ ഗ്രൈൻഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഒരല്പം മിനിറ്റ് ഇത് സ്റ്റോക്ക് നമ്മൾ വെറുതെ സ്റ്റോക്ക് ആഡ് ചെയ്തു. ടൊമാറ്റോ, അതിനുശേഷം കുറച്ച് ടൊമാറ്റോ പ്യൂരി ആൻഡ് സ്റ്റോക്ക് വാട്ടർ. ഇത് ചിക്കൻ്റെ അല്ലേ സ്റ്റോക്ക് വാട്ടർ ഇട്ട് ഉപ്പിടുന്നുണ്ട്. ഉപ്പ്, ഗരം മസാല, കൊറിയാൻഡർ പൗഡർ, ചില്ലി പൗഡർ, ജീരകം. ബേസിക്കലി നോർത്ത് ഇന്ത്യൻ ഫുഡിനകത്ത് എല്ലാം ഇപ്പം വരുന്ന ഓരോ മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ഉണ്ടാവും, ഗരം മസാല,
ജീരയാണ് ബേസിക് ആയിട്ട് ജീര നമ്മൾ മസാല, ഉപയോഗിക്കുക. കൊറിയാണ്ടർ ആൻഡ് ചില്ലി പൗഡർ. ഇത് ഇത്ര മാത്രമാണ് നമ്മൾ എല്ലാ മസാലക്കകത്തും ഇടുന്നത്. ചില്ലി പേസ്റ്റ്. സോ ഇത് നമ്മുടെ ഈ പേസ്റ്റ് ആണ് നമ്മൾ തന്തൂറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. തന്തൂറിന് വേണ്ടി അതെ. സോ ഇത് സ്പൈസി ആയിരിക്കും അല്ല? സ്പൈസി ആയിരിക്കും. വെറും മുളക് മാത്രമേ ഉള്ളൂ, വേറെ. ഇത് തന്തൂറി ഇതാണ്. സെയിം തിങ്. തന്തൂറി ചെയ്ത് സെയിം ചിക്കനാണ് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്തൂറി ചെയ്ത് കടായി ചിക്കൻ യൂസ് ചെയ്തേക്കുന്ന സെയിം ചിക്കനാണ് ഇതിലേക്ക് എടുത്തിരുന്നത്. അല്പം മല്ലിയല്ല. ഓക്കെ. സോ ഇതിനകത്ത് നമ്മൾ പേസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അല്ലേ? ഒരു പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പെപ്പർ പൗഡർ, അല്പം കുരുമുളക്. ഓക്കെ. ഇനി ഇതൊരല്പം വിനിഗർ ഒഴിക്കും. വിന്താലൂന് ഒരല്പം വിനിഗർ ടേസ്റ്റ് വരുന്നത്. സോ വിന്താലിനകത്ത് എല്ലാം ഉള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വിനിഗർ. സോ അത് നമ്മൾ ഫൈനൽ ടച്ചിങ് ഒഴിക്കുകയാണ് വിനിഗർ. സോ നമ്മുടെ ചിക്കൻ വിന്താലു ഇസ് ഓൾസോ റെഡി. സോ ഐ ജസ്റ്റ് റഷ് ത്രൂ ദി എൻറ്റയർ ഡിഷ്. നമ്മൾ ചെയ്തതല്ല, 3 വിചാരിച്ചത്, പക്ഷെ പെട്ടെന്ന് ചെയ്ത് തീർന്നുകൊണ്ട് വി ഹാഡ് ടു ആഡ് എൻ എക്സ്ട്രാ വൺ. ദാറ്റ് ഈസ് പനീർ ആൻഡ് മട്ടൺ. ഇത് മട്ടൺ റോഗൻ ജോഷ്, കടായി ചിക്കൻ ആൻഡ് ചിക്കൻ വിന്താലു. 4 ഡിഷാണ് ചെയ്തെടുത്തേക്കുന്നത്. സോ ഇനിയിപ്പം നമ്മളെന്ന് വെച്ചാൽ ഇവിടെ താലി അവൈലബിൾ ആണെന്ന് പറഞ്ഞു. സോ താലിയിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്നാണ് നമുക്കൊന്ന് കണ്ടാലോ? ഓക്കെ. അപ്പം നമ്മുടെ ഇവിടുത്തെ വേറൊരു മെയിൻ ഐറ്റമാണ് ലഞ്ചിന് കൊടുക്കുന്നത് താലി ഉണ്ട് ഇവിടെ. സോ താലി ഇസ് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചേക്കാണ്. ദഹി വെച്ചിട്ടുണ്ട്, കേർഡ്, കുറച്ച് ഓണിയൻ, വിച്ച് ഇസ് ലൈക്ക് എ ടിപ്പിക്കൽ പഞ്ചാബി എല്ലാ ഫുഡിനും കൂടെ കൊടുക്കുന്നതാണ് ഓണിയൻ. സോ ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് 1 by 1 നോക്കാം. സോ ഫസ്റ്റ് വന്ന് കീറാണ്. ഇത് വന്ന് മൂണ്ടാല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കീറ. നമുക്കൊരു സ്പൂൺ അതിനകത്തോട്ട് വയ്ക്കാം. ഇനി രണ്ടാമത് വന്നത് സാമ്പാർ. നമ്മളുടെ സാമ്പാർ തന്നെയാണ്, പക്ഷെ നമ്മുടെ ടേസ്റ്റ് അല്ല. ഒരു നോർത്ത് ഇന്ത്യൻ അവരുടെ ആ ഒരു സ്റ്റൈലിലുള്ള സാമ്പാർ. പ്രിപ്പറേഷനിൽ എന്തെങ്കിലും വ്യത്യാസമൊന്നുമില്ല. നമ്മളത് ഒരിക്കലും നമ്മളുടെ ആ ടേസ്റ്റ് എത്രത്തോളം അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. എത്ര വന്നാലും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഒരിക്കലും പരിപ്പേറി മാത്രമേ തീരുള്ളൂ. ആ ഒരു വ്യത്യാസം തന്നെ. ഓക്കെ. ഇത് വന്ന് പനീർ ബട്ടർ മസാല. ഇത് ഡെയിലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഈ ഓരോ ഡിഷുകൾ ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. ഇത് പിന്നെ വന്ന് ഡാൽ ഫ്രൈ. ഇന്നത്തെ ഐറ്റം വന്നിരിക്കുന്നത് ദാലും ചൊരക്കയും കൂടി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചൊരക്കയാണ് വെച്ചിട്ട്. അതുപോലെ പിന്നെ അടുത്ത അവരൊരു ഡ്രൈ വെജിറ്റബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും, ആലു ബേഗൻ. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു മിർച്ചിയും ഒരു മുളകും അവരുടെ ടിപ്പിക്കൽ സ്റ്റൈലിലുള്ള ഒരു മിർച്ചി വെച്ചിരിക്കും, ഒരു ചെറുനാരങ്ങയും. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ റൈസ് അവരൊരു ബോളായിട്ട്, അത് വൈറ്റ് റൈസും വയ്ക്കുന്ന. ഇനി അതിൻ്റെ കൂടെ ഒരു റൊട്ടിയും കൂടി വെച്ചതിന് ശേഷമാണ് റൊട്ടി ഇപ്പോൾ റെഡിയാവും. നമുക്ക് അതും കൂടി വെച്ചതിന് ശേഷം അത് താലി കംപ്ലീറ്റ് ആവുന്നു. റൊട്ടി എത്തി. നോർത്ത് ഇന്ത്യൻ താലിയായി. നമ്മുടെ ഇതാണ് ഒരു കംപ്ലീറ്റ് താലി എന്ന് പറയുന്നത്. ഇത്രയും ഡിഷും വെച്ചിട്ട് ചോറ് ആൻഡ് ഓൾസോ ദി റോട്ടി, ദി റൈസ് ആൻഡ് റോട്ടി. ഇതാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് താലി വരുന്നത്. സോ നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് ഉണ്ടാവുമോ ഇതിൻ്റെ കൂടെ? എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്യണം. ഇത് എക്സ്ട്രാ ആയിട്ട് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ചോയ്സ് കൊടുത്തേക്കുന്നത് എല്ലാവർക്കും വെജിറ്റേറിയനോ അതോ നോൺ വെജോ. നോൺ വെജിൽ വരുമ്പോൾ അവർക്ക് വീണ്ടും ഒരു ചോയ്സ് ഉണ്ട്, ചിക്കൻ കറിയോ ഫിഷ് കറിയോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ താലിയിൽ ചിക്കൻ കറിയോ ഫിഷ് കറിയോ വരുമ്പോൾ അതിന് 90 റുപ്പീസും ഈ ഒരു കോംബോക്ക് വെജിറ്റേറിയൻ മാത്രമായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത് 70 രൂപയാണ്. ഓക്കെ. സോ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. വി ആർ അറ്റ് ദി ടേബിൾ റൈറ്റ് നൗ. സോ മല്ലൂസ് ഡാബ എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് ഇത്രയും പാർക്കിംഗ് സ്പേസ് അല്ല, ഇത്ര സ്ഥലമുണ്ട്. സോ ഹൗ ഇസ് ഇറ്റ്? എങ്ങനെയാണ് ഇതെങ്ങനെ ഇത്ര വലിയൊരു ലാവിഷായിട്ടൊരു സ്ഥലമൊക്കെ കിട്ടും? ബിക്കോസ് നമുക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നം വെച്ചാൽ പാർക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഇവിടെ നല്ല ലാവിഷായിട്ട് സ്ഥലമുണ്ട്. സോ അതെങ്ങനെയാണ് അത് കിട്ടിയത്?
ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 15 വർഷത്തേക്കായിട്ട് ഒരു പഞ്ചാബിയാണ്. ഇത് ഓണർ വന്നിട്ട് ഒരു തനി പഞ്ചാബി തന്നെയാണ്. അങ്ങനെയാണ് ഈ സ്ഥലം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഞങ്ങൾക്ക് വന്നത്. കാരണം ഒരു 3 ലെവലിലായിട്ട് ഇതിനെ എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30 വണ്ടി വരെ ഒരേ സമയം പാർക്ക് ചെയ്യാം. ഇറങ്ങിപ്പോകാനും കയറി വരാനും വളരെയധികം സൗകര്യമുണ്ട്. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ ഹോട്ടലുകളും ഞങ്ങൾ പാർക്കിങ്ങിനാണ് കൂടുതൽ മുൻഗണന കൊടുത്തിരിക്കുന്നത്. എയർപോർട്ടിനടുത്ത് ഇതേപോലെ തന്നെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ. ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കുറേശ്ശെയായിട്ട്. ഇത് വന്ന് മട്ടർ പനീർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് എല്ലാം കൂടെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചെടുത്തു. അതുകൂടെ ഒരു ചെറിയ കമ്പനി വന്നു നമുക്കിതിൻ്റെ എല്ലാം ഗ്രേവി കുറച്ചായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവീസ് എല്ലാം സെർവ് ചെയ്തു. ഇനി എന്താണ്? സലാഡും കൂടി ആയിക്കോട്ടെ. ബട്ടർ നാൻ. ഓക്കെ, ബട്ടർ നാൻ തന്നെ കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഇരിക്കട്ടെ. സോ ഇത് ഞാൻ എടുക്കാം. എടുത്തോളൂ എൻ്റെ കൂടെ. ആ നാനിങ്ങോട്ട് തന്നോളൂ. ഇത് കുറച്ചും കൂടി അതിൻ്റെ ബേൺഡ് സ്മെല്ലുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി ടേസ്റ്റിംഗ് ഒരു സൈഡിൽ കൂടെ തുടങ്ങാം. ആയിക്കോട്ടെ. ഇത് നമ്മുടെ ചിക്കൻ കടായി അല്ല? ചിക്കൻ കടായി ചിക്കൻ. ഞാൻ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സൂപ്പർ ഫുഡ്, വെരി നൈസ്. നോർത്ത് ഇന്ത്യൻ ഫുഡിന് രണ്ടൊരു വേരിയൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞതിൻ്റെ സ്മെല്ല് ഇല്ലേ? സ്മെല്ലെന്ന് പറയുന്ന സാധനം ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇതാണ്. സ്മെല്ല് കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കഴിച്ചു പോകും അല്ലേ? വെരി നൈസ്. അപ്പം നമ്മുടെ കഴിച്ചോളൂ. കഴിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. സോ നമ്മുടെ മട്ടൺ ഉണ്ട്. മട്ടൻ്റെ ഗ്രേവിയിലുള്ള ആ ഒരു ഇതാണ്. ഇതിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു വെറൈറ്റി മസാലാസ് എല്ലാം ഒരുമിച്ച് എടുത്തേക്കുന്നതാണേലും എന്താ പറയുക, ടേസ്റ്റ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. സോ ബിന്ദാലിനകത്ത് നമ്മൾ ബേസിക്കലി എന്താ പറയുന്നത്, ഈ പേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇതായിട്ട് ഒരു വിനിഗറിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ഇത് ശരിക്കും വരുന്നത് നോർത്ത് ഇന്ത്യയിലല്ല, സൗത്ത് ഇന്ത്യ തന്നെയാണ് ഈ വിൻഡാലു വരുന്നത്. ഗോവൻ ഡിഷാണ് ആക്ച്വലി വിൻഡാലു എന്നുള്ളത്. ഞങ്ങൾ അതിൻ്റെ കൂടെ ഇവിടുന്ന് ഒരു വെറൈറ്റി ആയിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സ്പൈസ് കൂടി അല്ലേ? കുറച്ച് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ടു ദി അതർ വൺസ് അല്ലേ? കുറച്ച് നൈസ്. വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫീലാണ്. വിനിഗറൊക്കെ വന്നിട്ട് കുറച്ച് എരിയും പുളിയും ഒക്കെ കുറച്ച് കൂടുതലായിട്ടുള്ളത്. യെസ്. സോ നമ്മുടെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ദി മട്ടർ പനീർ. കുറച്ചും കൂടെ ഒക്കെ സ്വീറ്റ് പാല് ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും വേറെ കുറച്ച് ക്രീമി ആയിട്ടുള്ള കംപ്ലീറ്റ്ലി നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഹെവി ഫുഡാണ് അല്ലേ? ഹെൽത്ത് വൈസ് ആണെങ്കിലും കുറച്ച് ഭയങ്കര ഹെവിയാണ്. ഗീ ഉണ്ട്, പാലുണ്ട്, ക്രീമുണ്ട്. വെരി നൈസ്. എല്ലാത്തിനകത്തും ഗീ ഒക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നതാണ്. അവിടുത്തെ ഉള്ള ആൾക്കാർ അതുകൊണ്ടായിരിക്കും ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. പഞ്ചാബ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ നല്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളത്. സോ ഇത് കൂടാതെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ ചെയ്ത ഡിഷസ് ഇത്രയൊക്കെയാണ്. എവറിത്തിങ് വൺ ആഫ്റ്റർ ദി അതർ ഭയങ്കര ഡിഫറെൻറ്റ് ഫീലാണ്, ടേസ്റ്റാണ്. എവറിത്തിങ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എല്ലാ ഡിഷും. അത് കൂടാതെ തന്നെ ഇവർക്ക് താലിയുണ്ട്. ഐ കനോട്ട് ഫിനിഷ് എവറിത്തിങ് ടുഗെദർ, ബട്ട് ഇത് ഞാൻ പതുക്കിന് ടേസ്റ്റ് ചെയ്തെനിക്ക് താലിയുണ്ട്. ലസ്സി ഈസ് ഓൾസോ ദാറ്റ്. സോ പിന്നെന്താണ് ചോദിക്കാൻ വേണ്ടിയുള്ളത്? ലൊക്കേഷൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. അങ്കമാലിയിൽ നിന്ന് ആലുവ പോകുന്ന വഴിയായിട്ട് മംഗലപ്പുഴ പാലത്തിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലാണ് മല്ലൂസ് ഡാബ. നിങ്ങൾ മിസ് ചെയ്യത്തേയില്ല, ബിക്കോസ് റോഡ് സൈഡിലാണ്. വലിയ ബോർഡൊക്കെ കുറച്ച് ദൂരെ നിന്ന് വരുമ്പോഴേ കാണാൻ പറ്റും. നല്ല വലിയ ബോർഡൊക്കെ ഉള്ളതാണ്. ലാവിഷായിട്ടുള്ള പാർക്കിംഗ് സ്പേസും ഉണ്ട്. ഇനി ഫ്യൂച്ചറിലുള്ള പ്ലാൻസ്? ഫ്യൂച്ചറിൽ ഞങ്ങളുടെ ഇതേ സ്പോട്ടിൽ തന്നെ ഞങ്ങളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് കൂടി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു എപ്പിസോഡിനും കൂടെ ഒരു വഴിയായിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു. അത് 1 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഓപ്പണിംഗ് നാടൻ രീതി, നാടൻ കേരള ഫുഡ് മാത്രം. ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് 2 തരം ഫുഡുകളും കഴിക്കാനുള്ളൊരു നാടൻ വേണമെങ്കിൽ അങ്ങോട്ടും ആവാം. കംപ്ലീറ്റ്ലി സീ ഫുഡ് ആയിരിക്കും കേരള ഫുഡ്.
ഓക്കെ അപ്പോൾ അതാണ് ഫ്യൂച്ചർ പ്ലാൻസ് മല്ലു ഡാബാൻ്റെ. ദാറ്റ്സ് ഗ്രേറ്റ്. സോ താങ്ക് യു സോ മച്ച് ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്തതിന്. ഇത്രയും അധികം ഫുഡും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ്. നോർത്ത് ഇന്ത്യൻ എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഫുഡാണ്. കുറച്ച് ഹെൽത്തിയാണ്, ഹെവിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്തതിന്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഇനി ഫ്യൂച്ചറിലുള്ള എല്ലാത്തിനും. ആൻഡ് സീ ഫുഡ് ഞങ്ങൾ വന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. Okay, thank you. So I'll catch you all next week in a new place with something more of Simply Naran food. Till then, bye.